പറയാൻ പോകുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. അതായത് ഗ്രാമർ പ്രകാരം എന്താണ് സബ്ജക്റ്റ് എന്നും ഒരു സെന്റൻസിലെ സബ്ജക്റ്റിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നുമാണ് പറയുന്നത്. ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു പ്ലേസോ അല്ലെങ്കിൽ ഒരു ഐഡിയയോ അല്ലെങ്കിൽ ഒരു വസ്തുവോ ആവാം. ആ ഒരു സബ്ജക്റ്റ് ആയിരിക്കും സെന്റൻസിലെ ആക്ഷൻ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്നത്. ഒരു സബ്ജക്റ്റിനെ മനസ്സിലാക്കുന്നതിന് ആ ഒരു സെന്റൻസിലെ വേർബിനോട് ചോദിക്കുക ആരാണ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ആക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്നത്. അപ്പോൾ ആര് അല്ലെങ്കിൽ എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്നിന് ആ വേർബ് ഒരു ആൻസർ തരും. അതാണ് ആ സബ്ജക്റ്റ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് എന്നുള്ളത് ഒരു പേഴ്സൺ ആവാം. അപ്പൊ പേഴ്സണെ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ടീച്ചർ റീഡ്സ് എ ബുക്ക്. ഈ സെന്റൻസിൽ റീഡ്സ് എന്നുള്ളതാണ് വേർബ് അല്ലെങ്കിൽ പ്രവൃത്തി. അപ്പോൾ ആ വേർബിനോട് ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ സ്വയം ചോദിക്കുക ആരാണ് ഈ പ്രവൃത്തി ആ സെന്റൻസിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വാട്ട് ഓർ ഹു എന്നുള്ള ക്വസ്റ്റ്യൻസിൽ വാട്ട് എന്നതിന് ആൻസർ ഉണ്ടാവില്ല, കാരണം അതൊരു വസ്തുവല്ല. ഹു എന്നതിന് ആൻസർ തരുന്നു, ടീച്ചർ ആണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ദ ടീച്ചർ എന്നുള്ളതാണ് ആ ഒരു സെന്റൻസിലെ സബ്ജക്ട്. അതുപോലെ ഒരു സെന്റൻസിലെ സബ്ജക്ട് ഒരു പ്ലേസ് ആവാം എന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾ ആണ് കോഴിക്കോട് ഈസ് എ ബ്യൂട്ടിഫുൾ സിറ്റി. ഈ ഒരു സെന്റൻസിൽ ആക്ഷൻ ഒന്നുമില്ല. ഇവിടെ ഇസ് എന്നുള്ളതാണ് വേർബ്. അതായത് കോഴിക്കോട് ഒരു ബ്യൂട്ടിഫുൾ സിറ്റി ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ ഇസ് എന്നുള്ള വെർബിനോട് ചോദിക്കുക ആരാണ് അല്ലെങ്കിൽ എന്താണ് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നത്. ആര് എന്നുള്ളതിന് അവിടെ ഒരു ആൻസർ ഇല്ല, കാരണം അതൊരു പേഴ്സൺ അല്ല. എന്ത് എന്നുള്ളത് ആൻസർ ഉണ്ട്. കോഴിക്കോടാണ് ബ്യൂട്ടിഫുൾ ആയി ഇരിക്കുന്നത്. പിന്നെ പറഞ്ഞു ഒരു വസ്തു ആവാം സബ്ജക്റ്റ് എന്ന്. മൈ ഫോൺ ഈസ് ഓൺ ദ ടേബിൾ. ഇവിടെയും ഇസ് ആണ് വേർബ് ആയിട്ട് വന്നത്. വസ്തു ആയതുകൊണ്ട് എന്താണെന്നുള്ളത് ആൻസർ തരുന്നു. മൈ ഫോൺ എന്നുള്ളതാണ് ഇവിടെ സബ്ജക്ട്. അടുത്തതായിട്ട് പറഞ്ഞത് ഒരു ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ആവാം സബ്ജക്ട്. ഫ്രീഡം ഈസ് ഇമ്പോർട്ടന്റ്. എന്ത് എന്നതിന് ഉത്തരമാണ് ഫ്രീഡം. ഫ്രീഡം ഈസ് ഇമ്പോർട്ടന്റ്. ഫ്രീഡം ആണ് ഇവിടെ സബ്ജക്ട്.